ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. റിയൽ പ്രൊഫഷണൽ കില്ലേഴ്സ്. അവരെ നമ്മൾ നേരിട്ട് കണ്ട സിനിമാ താരങ്ങളാണെന്ന് നമ്മൾ സംശയിച്ചു പോകും. അപ്പോ ആള് നല്ല സ്റ്റൈലിഷ് ആണല്ലേ? താനൊന്ന് കണ്ടു നോക്ക്. അതിപ്പോ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഇങ്ങനൊരു മോളെ നമുക്ക് തന്നതില് കണിമംഗലത്തെ കുടുംബം നിങ്ങൾ രണ്ടുപേരോടും കടപ്പെട്ടിരിക്കേ. അത് ശരിയാ. അമ്മ പറഞ്ഞത് സത്യ. തിരുമേനിക്ക് സമ്പത്ത് കുറവായിരിക്കും, പക്ഷേ തിരുമേനി മോളെ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഞങ്ങള് രാധികയെന്ന് കണ്ടുപഠിക്കുന്നുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഇതിനേക്കാൾ മനസ്സിനറിയുന്നൊരു കാര്യം കേൾക്കാനില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. തിരുമേനി വരൂ. എന്നാ പിന്നെ നിങ്ങളിരുന്ന് സംസാരിക്കേ. യശോദ ഞങ്ങളുടെ കൂടെ പോന്നോട്ടെ. ഇരിക്കൂ. സ്വസ്ഥതയില്ലായ്മയുടെ കുറച്ച് കാലങ്ങളാണ് കൺമുമ്പിലൂടെ കടന്നു പോകുന്നത്. ചില നേരത്തെ എല്ലാം കൈവിട്ടതുപോലെ തോന്നും. എല്ലാ കാര്യത്തിലും സമാധാനം ശീലിച്ചിട്ടുള്ള തിരുമേനിക്ക് അങ്ങനെ തോന്നാമോ? നിത്യേന ഉപാസിക്കുന്ന ദൈവങ്ങള് അങ്ങയെ ഒരിക്കലും കൈവിടില്ല. സങ്കടങ്ങളൊക്കെ താൽക്കാലികമല്ലേ? അത് തിരുമേനിയേക്കാൾ നന്നായിട്ട് വേറെ ആർക്കാ അറിയാവുന്നത്? കണിമംഗലത്ത് മുമ്പും പൂജാമുറി ഉണ്ടായിരുന്നു. നിത്യേന വിളക്കും കത്തിക്കുമായിരുന്നു. ഇപ്പൊ ഒന്ന് നോക്കിയേ, ഒരു ക്ഷേത്രത്തിന്റെ ഐശ്വര്യം തന്നെ തോന്നുന്നില്ലേ? അതെ, രാധികമോളുടെ മിടുക്ക. വീട്ടിലും അതെ, പൂജാമുറിയും അവളുടെ കണ്ണന്റെ വിഗ്രഹവും ഒരു വീഴ്ചയും വരുത്താതെ നോക്കിക്കോളും. ഇവളുടെ കുഞ്ഞുനാളിലെ ഒരു രസം ഉണ്ടായിട്ടുണ്ട്. കേൾക്കണോ അമ്മയ്ക്ക്? ആ പറയ്. വേറൊന്നുമല്ല, ഒരു ദിവസം വൈകുന്നേരം നോക്കുമ്പോ നല്ല പനി. തുള്ളി വരച്ചിട്ട് എഴുന്നേക്കാൻ പോലും വയ്യ. പക്ഷെ ഉറക്കത്തിൽ കിടന്ന് പിച്ചും പേയും പറയുന്ന പോലെ വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ദേവേട്ടൻ ശാസിച്ച് മരുന്നൊക്കെ കൊടുത്ത് ഉറക്കാൻ നോക്കി. രാത്രി ഒരു 10-12 മണിയായി കാണും. ഞങ്ങൾ നോക്കുമ്പോ ആളില്ല. പൂജാമുറിയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോ എന്താ വിശേഷം എന്നറിയോ? പൂജാമുറിയിൽ വിളക്കും കത്തിച്ച് കൃഷ്ണന്റെ വിഗ്രഹവും കെട്ടിപ്പിടിച്ച് ഒറ്റ ഇരിപ്പാ. എന്റെ അസുഖം എന്റെ കണ്ണം മാറ്റിക്കോളൂന്നും പറഞ്ഞിട്ട് ദേവേട്ടനും ഞാനും കൂടി ആളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മാറ്റിക്കൊണ്ടുവന്ന് ഇരുത്തുമ്പോ എന്താ സ്ഥിതി എന്നറിയോ? പനി വിട്ടുപോയി. അതാ ഇവളുടെ വിശ്വാസം. ഭക്തിയില് കള്ളം കാണിക്കാൻ പാടില്ല. അതെന്റെ മോക്ക് നന്നായിട്ട് അറിയാം. മോളെ, നിന്റെ മുറിയൊക്കെ അമ്മയെ കൊണ്ടു ചെന്ന് കാണിക്ക്. ചെല്ലേ. കണ്ടോ യശോദേ, നേരത്തെ കണ്ടത് പൂജാമുറിയാ. ആ അച്ചടക്കവും വൃത്തിയും തന്നെ സ്വന്തം കിടപ്പുമുറിയിലും ഉണ്ട്. ഇവിടെ വേറെ ചില മുറികളുണ്ട്. അകത്തേക്ക് കയറി ചെന്ന നമ്മള് നാട്ടിലാണോ കാട്ടിലാണോ എന്ന് തോന്നിപ്പോവും. മുത്തശ്ശി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എന്നെ പുകഴ്ത്തി പറയാൻ വേണ്ടി ഇനി ആ പാവങ്ങളെ വെറുതെ ഓരോന്ന് പറയൊന്നും വേണ്ട. പിന്നെ പാവങ്ങള്. വരുൺ എവിടെയാ മോളെ? ആ അമ്മ, വരുണിന്ന് ഓഫീസിൽ എന്താ അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോരും. അയ്യോ, വിളിച്ചു വരാനൊന്നും പറയണ്ട കേട്ടോ. ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. വാ യശോദ. ഉർവശി, കൽപ്പനി, സുഖാണോ? ആ സുഖം. അമ്മയച്ഛനും വരുന്നുണ്ടെന്ന് കേട്ടപ്പോ സത്യം പറഞ്ഞ നല്ല സന്തോഷായിരുന്നു. രാധികയുടെ അമ്മയെന്ന് പറഞ്ഞ എനിക്ക് സ്വന്തം അമ്മയെ പോലെയല്ലേ? അതെ അതെ, രാവിലെ തുടങ്ങി നിങ്ങളുടെ വരവില് നിങ്ങളെ സൽക്കരിക്കാനുള്ള നീക്കങ്ങള്.
യശോദ വാ. ഭാഗ്യം മാല അവളുടെ കഴുത്തിൽ തന്നെ ഉണ്ട്. എങ്കി പിന്നെ ചെറിയമ്മയ്ക്ക് ചോദിക്കാമായിരുന്നല്ലോ. മണ്ടത്തരം പറയാതെ. ഞാനോ നീയോ അല്ല അത് ചോദിക്കേണ്ടത്. അത് ചോദിക്കേണ്ടത് ഏട്ടത്തിയാ. രാധികയുടെ കയ്യില് കുടുംബത്തിന്റെ താക്കോല് കൊടുത്ത ഏട്ടത്തി തന്നെ അതിനെക്കുറിച്ച് ചോദിക്കണം. അത് നമ്മുടെ രണ്ടുപേരുടെ മുമ്പിൽ വെച്ചല്ല, ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെ മുന്നിൽ വെച്ച്. ഓ ഈ അമ്മ ഇത് എന്തെടുക്ക? ഏട്ടത്തെ കുളി കഴിഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും എല്ലാവരും ഊണുമേശക്കരികിൽ എത്തിയിട്ടുണ്ടാവും. അവിടെ വെച്ച് നമുക്കിത് പൊളിക്കാം. നീ ഏട്ടത്തെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാ മതി. ആ ചെറിയമ്മേ, മാല കഴുത്തിലുണ്ടെന്നത് സത്യമാണെങ്കിലും എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അതെന്തു പറ്റി? അല്ല, എല്ലാം നന്മ കണ്ടുപിടിച്ച മുതലുകളല്ലേ. എപ്പോഴാ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യാന്ന് ആർക്കറിയാം? നമ്മളെ വിട്ടുകൊടുക്കാതിരുന്നാ പോരെ. നീ നോക്കിക്കോ കൽപ്പനെ. പെരുങ്കള്ളന്റെ കുടുംബം എന്ന ആക്ഷേപം കേട്ടിട്ടെ ദേവനാരായണ തിരുമേനി ഇന്നിവിടുന്ന് ഇറങ്ങൂ. ഈ വരുന്നയാള് ചെറുപ്പമാണ്. എന്തു പറ്റി? എക്സ്പീരിയൻസ് നോക്കാനാ? അല്ല, ഈ പ്രൊഫഷണൽ കില്ലേഴ്സ് എന്നൊക്കെ പറയുമ്പോ ചിലരെയൊക്കെ കണ്ടാ നമുക്ക് പേടിയാവുമല്ലോ. അതൊക്കെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ട് നമുക്കങ്ങനെ തോന്നിപ്പോകുന്നല്ലേ. എടോ, മുംബൈയിലും ഡൽഹിയിലും ഒക്കെ നല്ല ഷാർപ്പ് ഷൂട്ടർമാരുണ്ട്, റിയൽ പ്രൊഫഷണൽ കില്ലേഴ്സ്. അവരെ നമ്മൾ നേരിട്ട് കണ്ട സിനിമാ താരങ്ങളാണെന്ന് നമ്മൾ സംശയിച്ചു പോകും. അപ്പോ ആള് നല്ല സ്റ്റൈലിഷ് ആണല്ലേ? താനൊന്ന് കണ്ടു നോക്ക്.